നഴ്സിംഗ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ 2025 നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിരവധി സംശയങ്ങളാണ് ഓരോ ദിവസവും കുട്ടികൾ ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളേജുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് മാത്രമാണ് നൽകുന്നത്. അപ്പോൾ കോളേജ് ഓപ്ഷൻ സെലക്ഷൻ ആയിട്ട് ലേറ്റർ നമ്മൾ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കോളേജ് ഓപ്ഷൻ സെലക്ഷൻസ് ഉണ്ടാവുക. അത് ഓരോ ഘട്ടങ്ങളായിട്ടുണ്ട്, പല ഘട്ടങ്ങളായിട്ടാണ് ഈ പറയുന്ന LBSന്റെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ നടക്കുക. ഇപ്പോൾ നടക്കുന്നത് LBSന്റെ ജനറൽ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വെരിഫിക്കേഷൻ ഉണ്ടാവും. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നൽകുന്നതാണ്. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റെക്ടിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ LBSന്റെ ഒറ്റ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലേക്കും എല്ലാ കോഴ്സുകളിലേക്കും ഒരുമിച്ച് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ BSc നഴ്സിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. BSc നഴ്സിംഗ് കിട്ടിയില്ലെങ്കിൽ MLT അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ BSc നഴ്സിംഗ് കോഴ്സുകൾ വെക്കുക അല്ലെങ്കിൽ കോളേജുകൾ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ MLT പോലെയുള്ള കോളേജുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളും എല്ലാ പാരാമെഡിക്കൽ കോളേജുകളും വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ കോളേജ് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ ഇതിന്റെ ട്രയൽ അലോട്ട്മെന്റുകളും വീണ്ടും നമുക്ക് മെയിൻ അലോട്ട്മെന്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറേ സ്റ്റെപ്പുകളായിട്ടാണ് ഈ പറയുന്ന LBSന്റെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ പറയുന്ന ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു സംശയം ഇതായിരുന്നു, നമുക്ക് കേരളത്തിൽ LBS വഴി അഡ്മിഷൻ നേടിയാൽ നമുക്ക് ഗവൺമെന്റ് ഫീസാണോ കിട്ടുക എന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ഗവൺമെന്റ് തലത്തിലുള്ള നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോളേജുകളിൽ മാത്രമായിരിക്കും നമുക്ക് ചെറിയ ഫീസിൽ പഠിക്കാൻ സാധിക്കുക. ഉദാഹരണമായിട്ട് ഏകദേശം 25,000 രൂപ ട്യൂഷൻ ഫീസാണ്, വാർഷിക ട്യൂഷൻ ഫീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ LBS വഴി നിങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ അതുപോലെ തന്നെ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമെറ്റ് സിപാസ് തുടങ്ങിയുള്ള കോളേജുകളിലോ നിങ്ങൾ അഡ്മിഷൻസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റിൽ കൊടുക്കുന്ന ആ ഒരു ഫീസിൽ തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരിക. അല്ലാതെ അവിടെ ഫീസ് ഇളവുകൾ ഉണ്ടാവുകയില്ല. മാത്രമല്ല നമ്മളിവിടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫീസ് ആണ് നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരിക. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 73,000 രൂപ ട്യൂഷൻ ഫീസും ഏകദേശം 20,000 രൂപയോളം സ്പെഷ്യൽ ഫീസുമാണ് ഇപ്പോൾ നൽകേണ്ടതായിട്ട് വരിക. ഈ ഒരു വർഷം ഫീസ് വർധന ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിനുവേണ്ടി മാനേജ്മെന്റ് അസോസിയേഷനുകളൊക്കെ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിർണായകമായ പല മീറ്റിങ്ങുകൾ നടക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫീസ് വർധനവ് ഒരു പക്ഷേങ്കിൽ ഈ ഒരു വർഷം ഉണ്ടായേക്കാം. കാരണം 3 വർഷമായിട്ട് സെയിം ഫീസാണ്, ഫീസ് റിവിഷൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 73,000 പ്ലസ് 20,000 രൂപ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫീസ് ഇനത്തിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ തന്നെ യൂണിഫോം, മറ്റുള്ള രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമായിരിക്കും നമുക്ക് ഫീസ് കുറവുണ്ടാവുക. മറ്റുള്ള സെൽഫ് ഫിനാൻസിങ് സെക്ടറിലായിക്കോട്ടെ, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമെറ്റ് സിപാസ് തുടങ്ങിയുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോളേജുകളിലായിക്കോട്ടെ, ഈ പറയുന്ന കോളേജുകളെല്ലാം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ വാങ്ങുന്ന ഫീസ് തന്നെയായിരിക്കും LBS വഴി കയറിയാലും മാനേജ്മെന്റ് സീറ്റ് വഴി കയറിയാലും നൽകേണ്ടതായിട്ട് വരിക. ഒരു പക്ഷേങ്കിലും മാനേജ്മെന്റ് സീറ്റുകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ചില കോളേജുകൾ ഉയർന്ന ഡൊണേഷൻസ് ഒക്കെ മേടിച്ചെന്ന് വരാം. അപ്പോൾ LBS വഴി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡൊണേഷൻസ് കൊടുക്കേണ്ട വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മളൊരു സേഫ് ആയിരിക്കും, കുറച്ചും കൂടെ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അതുകൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള റിസർവേഷനുകളും LBS വഴി ഉണ്ടാവുന്നതാണ്. അടുത്തൊരു ഡൗട്ട് ഇതായിരുന്നു, കേരളത്തിൽ നമുക്ക് പ്രീ ബുക്കിംഗ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ യാതൊരു വിധത്തിലും പ്രീ ബുക്കിങ്ങുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു പക്ഷേങ്കിൽ പല ഏജന്റുമാരും നല്ലൊരു എമൗണ്ട് വാങ്ങി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പേരൻസും പറഞ്ഞതനുസരിച്ച് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഡൊണേഷൻസ് ഇപ്പോൾ തന്നെ കൊടുത്ത് വീണ്ടും ഈ പറയുന്ന പോലെ കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള രീതിയിൽ വ്യാജേന അവർ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 95% മുകളിലേക്കുള്ള കുട്ടികൾക്ക് പോലും
ഈ പറയുന്ന ഡൊണേഷൻ കൊടുത്ത് ഏജന്റുമാർ പറയുന്ന അനുസരിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 95% മുകളിലേക്കുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോളേജിൽ അഡ്മിഷൻസ് കിട്ടുന്നതാണ്. നമ്മൾ എപ്പോഴും ശതമാനക്കണക്ക് പറയുമ്പോൾ +2 സെക്കൻഡ് ഇയറിലെ മാർക്കുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് LBSന് വേണ്ടി പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അങ്ങനെ 4 സബ്ജക്റ്റുകളാണ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാർക്കിന്റെ അനുപാതത്തിൽ മാത്രമായിരിക്കും നമ്മുടെ അഡ്മിഷനുകൾ നടത്തപ്പെടുക. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറയുന്നത് പോലെ ഡൊണേഷൻ കൊടുത്തൊക്കെ ഒരു പക്ഷേങ്കിൽ ഒരു കോളേജുകളിൽ കയറി വന്നാലും ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ, അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസയും നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു കാര്യം. ഇപ്പോഴും പല കോളേജുകളിൽ 10 ലക്ഷം വരെ ഡൊണേഷൻസ് തന്നെ മേടിക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, 10 ലക്ഷം ഡൊണേഷനും അതുപോലെ തന്നെ ഫീസും ബാക്കിയുള്ള ചെലവുകളും ഒരു 10 ലക്ഷം, അങ്ങനെ 20 ലക്ഷം രൂപ മുടക്കിയൊക്കെ നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള കോളേജുകളാണെങ്കിൽ വേണ്ടില്ല. പക്ഷേ ഈ പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു എത്തിക്സും ഇല്ലാത്ത കോളേജുകൾ മാത്രമായിരിക്കും ഉയർന്ന ഡൊണേഷൻ വാങ്ങി അഡ്മിഷൻസ് നൽകുക. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ സാമാന്യ ബുദ്ധി എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രം അഡ്മിഷൻസ് എടുക്കുക. ഇന്നലെ തന്നെ ഒരു പേരന്റ് എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. കുട്ടിക്ക് 56% മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതോ ഒരു കോളേജുകാർ പറഞ്ഞു 10 ലക്ഷം 12 ലക്ഷം ഡൊണേഷൻ മേടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്മിഷൻസ് നൽകാമെന്നുള്ളത്. അപ്പോൾ അത്രയും ചെറിയ മാർക്കിലൊക്കെ നിങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ BSc നഴ്സിംഗിന്റെ സെമസ്റ്റർ സിസ്റ്റം എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഏകദേശം 15 വർഷമായിട്ട് കേരളത്തിൽ തന്നെ നഴ്സിംഗ് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിലുള്ള അവർക്ക് പ്രഷർ, അക്കാഡമിക് പ്രഷർ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മാർക്കിലുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെമസ്റ്റർ സിസ്റ്റം കവർ ചെയ്ത് അല്ലെങ്കിൽ കയറി പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇയർ ബാക്ക് സിസ്റ്റം എല്ലാം ഈ പറയുന്ന സെമസ്റ്റർ സിസ്റ്റത്തിൽ ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സാമാന്യം അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ മാത്രം നിങ്ങൾ കേരളം ഫോക്കസ് ചെയ്യുക. കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 90% താഴെ മാർക്കുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം മാർക്ക് കിട്ടാത്ത കുട്ടികളാണ് കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60-70% മാർക്കുള്ള ഒരു കുട്ടിയാണ്, ബാക്കി എല്ലാവരും 90-ന് മുകളിൽ മാർക്കുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഏറ്റവും പുറകിൽ കിടക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഭാവിയിലേക്ക് അക്കാഡമിക് സ്ട്രെസ്സുകൾ കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല. കേരളത്തിൽ പഠിക്കുമ്പോൾ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളുണ്ട്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കോളേജുകളും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിൽ കൂടെ ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരള അഡ്മിഷൻ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഹെൽപ്പും ബാക്കിയുള്ള അലോട്ട്മെന്റ് ഹെൽപ്പുകൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാറുള്ളത്, ഏജ് കൂടുതലുള്ള കുട്ടികൾക്ക് മാർക്കുകൾ കുറയ്ക്കുമോ, എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. പല കുട്ടികളും നീറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ BSc നഴ്സിംഗിനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏജ് കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രിഫറൻസസ് ആണ് നൽകുക. ഉദാഹരണമായിട്ട് ഒരേ മാർക്കിൽ നിൽക്കുന്ന കുട്ടികൾ, ഇപ്പം 2025 പാസ് ഔട്ടായ കുട്ടിയുണ്ട്, 2020 പാസ് ഔട്ടായ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2020 പാസ് ഔട്ടായ കുട്ടികൾക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസസ് നൽകുക. അപ്പോൾ ഏജ് കൂടിയ ആൾക്കാർക്ക് പ്രിഫറൻസസ് ആണ് കിട്ടുക എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ CBSE ICSE സ്റ്റുഡൻസിന് മാർക്ക് കൺവേർഷൻ PNC MAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് അസോസിയേഷൻ മാത്രമാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10% വരുന്ന ബോണസ് മാർക്കുകളാണ് അവർക്ക് നൽകുക. അപ്പോൾ ഒരു സാമാന്യം ഭേദപ്പെട്ട മാർക്കുള്ള കുട്ടികൾ, ഏകദേശം ഒരു 85% ഒക്കെ PCB ഇംഗ്ലീഷിന് മാർക്കുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ ക്ലാരിറ്റി ലഭിക്കുക. കാരണം ഒരു വർഷം അവർ ഈ പറയുന്ന ബോണസ് മാർക്ക് നൽകിയിരുന്നില്ല, പക്ഷേ ബാക്കി എല്ലാ വർഷവും നമുക്ക് ബോണസ് മാർക്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ബോണസ് മാർക്ക് PNC MAC ഇന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് CBSE ICSE സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും LBS വഴി നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ലഭിക്കുകയില്ല. പക്ഷേ എങ്കിൽ PNC MACന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഇതായിരുന്നു, നമുക്ക് പേയ്മെന്റ് പാർട്ടായിട്ട് അടയ്ക്കാൻ പറ്റുമോ, ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. കേരളത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ നമുക്കൊരു അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീസ് നമ്മൾ അടച്ചാണ് നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്നത്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക്
അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. അവർ പറയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പേയ്മെന്റ് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എഡ്യൂക്കേഷൻ ലോൺ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് നമുക്ക് കയ്യിൽ നിന്നും റെഡിയാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിനുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും കോളേജിൽ നിന്നും സപ്പോർട്ടിൽ ലഭിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് ഇല്ലാതെ ഏകദേശം 1.25 ലക്ഷം രൂപ തന്നെയാണ് ഏകദേശം അപ്രോക്സിമേറ്റ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വരിക. അപ്പോൾ ഏകദേശം ആ ഒരു എമൗണ്ട് നമ്മൾ കയ്യിൽ കരുതി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അലോട്ട്മെന്റ് കിട്ടി നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇത്രയും പേയ്മെന്റ് കെട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എങ്കിലും നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മാർക്കുകൾ, റാങ്കുകൾ, അതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു സോഴ്സ് കൂടെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ അടച്ച് ബാക്കി നമുക്ക് ലോൺ പേപ്പറിൽ ലോൺ കിട്ടിയതിന് ശേഷം ബാക്കി ചെയ്താൽ മതിയാകുമോ എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ ലഭിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിൽ അലോട്ട്മെന്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ മുഴുവൻ തുകയും നിങ്ങൾ അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾ അഡ്മിഷൻസ് കിട്ടുക എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഒട്ടാകെ ഇപ്പോൾ സെമസ്റ്റർ BSc നഴ്സിംഗ് സിലബസുകളാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമായിരിക്കും നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും LBSന്റെ ഭാഗത്തുനിന്നും മറ്റുള്ള അസോസിയേഷന്റെ ഭാഗത്തുനിന്നുമുള്ള കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൂടെ വരുന്ന ദിവസങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.